ഹേ ഗേയ്സ് വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ കണ്ണൂരിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ കണ്ണൂർ പരിപാടി എന്ന്. എന്താണെന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ ഫ്രണ്ട് ശക്തിൻ്റെ പാസിംഗ് ഔട്ട് പരേഡാണ് 2026. അപ്പോൾ നമ്മൾ പുലർച്ചെ ആയ സമയം അപ്പോൾ ഈ ഒരു പരേഡ് കാണാൻ വേണ്ടി പാലക്കാട് നിന്നുള്ള യാത്ര 10:30 കയറിയാണ്. 10:30 കയറിയ വണ്ടി ഏകദേശം 4:45 കണ്ണൂർ എത്തിയിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു പരേഡ് കാണാൻ വരുന്നത്. ഏകദേശം ഒരു 3000 to 4000 മെമ്പേഴ്സ് ഇവിടെ ഇത് കാണാൻ വേണ്ടി മാത്രം വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഫ്രണ്ട്സും പുതിയൊരു ഫ്രണ്ട്സ് കോർണറും. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. നമ്മൾ ഏകദേശം ഒരു 5:30-6 മണിയാകുമ്പോഴത്തേനുള്ളിൽ കയറി. ഒരുപാട് നേരം കാത്തിരിപ്പിനോട് കുറേ പോലീസ് ഉദ്യോഗസ്ഥരും സാറുമാരും അതേപോലെ തന്നെ കേഡറ്റ്സുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനും കൂടെ ഇടയിൽ കൂടെ ജസ്റ്റ് സെൽഫി എടുത്ത് കളിക്കാനായിട്ട്. എനിക്കിന്നിട്ട് ശരിക്കും വരാൻ പറ്റില്ലായിരുന്നു. ബട്ട് ഒരുപാട് പ്രഷറിലൂടെയും ഞാൻ വന്നു കേട്ടോ. ലൈഫിൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റിയ സംഭവമൊന്നുമല്ല ഇത്തരത്തിലുള്ള പരേഡ്. അപ്പം ഞാൻ വന്നു, ഹാപ്പി കണ്ടു, സന്തോഷത്തോടെ ഞാൻ ആസ്വദിച്ചു. പിന്നെ കുറേ ശക്തിനെയും കണ്ടിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതൊരു ചൂട് കാലമാണ്. ഇത്രയും പേര് ഇവിടെ പരേഡ് നടത്തുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ചുണക്കുട്ടികളായ ഈ പോലീസ് ഉദ്യോഗസ്ഥർ നല്ലൊരു അടിപൊളി ട്രെയിനിങ്ങോടെ കാഴ്ചവെച്ച് ഈ പരേഡൊക്കെ തീർത്ത് അവരിനി ഒറിജിനൽ പോലീസിലോട്ട് കൺവേർട്ടായി പുതിയ ലൈഫ് തന്നെ അവർ ആരംഭിക്കുകയാണ് കേട്ടോ. സി ഗൈസ്, എനിക്ക് റിയലി ഹാപ്പി ടു സീ ദിസ് പരേഡ്. ഞാൻ ഒരുപാട് ചെറുതായി സങ്കടപ്പെട്ടു. എന്തിനാണെന്ന് എനിക്കറിയാം. ഞാനൊന്നും ഒരിക്കലും ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഇത് കാണുമ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നുന്നു, എനിക്കും ഇതുപോലെ ചെയ്യാൻ പറ്റിയിരുന്നു. ബട്ട് റിയലി എനിക്കതിനെ കൊണ്ട് പറ്റില്ല. ഞാൻ അന്ന് ആലോചിച്ചില്ല. അപ്പോൾ ഇതെങ്കിലും കണ്ട് ഞാൻ ഒരുപാട് സന്തോഷിക്കാം. ഇപ്പോൾ പരേഡും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടോ ഏകദേശം. അപ്പോൾ ആൾക്കാർ വരിയായിട്ട് അതിൻ്റെ ആ ഫോർമാറ്റ്സിൽ വന്നുകൊണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗി. എല്ലാവരും ഒരേ പാറ്റേൺ ഒരേ രീതിയിൽ അവർ ചെയ്യുന്ന ഒരു അടിപൊളി ഒന്നും പറയാം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ പരേഡ് കാണാൻ വേണ്ടി മാത്രം ഞങ്ങൾ വന്നതാണ്. ഞങ്ങളെല്ലാ ഫ്രണ്ട്സും ഉണ്ട്. ഒരുപാട് സന്തോഷമുള്ള ഡേ ആയിരുന്നു. പ്രിയപ്പെട്ടവരെ കാണാൻ പറ്റി, ശക്തിനെ കാണാൻ പറ്റി, ഒരുപാട് പേര് പരിചയപ്പെടാൻ പറ്റി, നല്ലൊരു ഫ്രണ്ട്സ് കോർണർ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇതാ നമ്മുടെ ശക്തി ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം.